കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ ആദ്യം കണ്ടതിന് ശേഷം മഹേഷ് വീട്ടിൽ വന്ന് ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സ്വപ്നവല്ലിയും രാമനും കൂടെ ചോദിക്കുന്നു, എന്താ മോനെ നീ ആദ്യം കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു കണ്ടു, പക്ഷെ അവൻ ഒരിക്കലും എൻ്റെ കൂടെ വരത്തില്ല, അവനും മമ്മിയും ഡാഡിയും ഒരുപോലെയാണെന്ന് പറയും. അവൻ പറഞ്ഞതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് ആകത്തില്ല എന്ന് പറയും. അപ്പം എന്നിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാമൻ സ്വപ്നവല്ലി പറയുന്നു, അവൻ എന്തായിരിക്കും പറഞ്ഞത്, അവൻ എന്തായാലും അമ്മയെ വിട്ട് വരത്തില്ല, അത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വീണ്ടും മഹേഷ് ഇത് തന്നെ ആലോചിക്കുകയാണ്. ഇതേ സമയത്ത് രചന ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആകാശ് മേനോൻ എവിടെ ടൂർ പോകാൻ വേണ്ടിയിട്ട് പെട്ടിയുമായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ രചന അത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആകാശ് പറയുന്നു, നീ എന്താണ്, ഞാനൊരു യാത്ര പോകുമല്ലേ, ഈ മുഖവും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും വഴക്കാവുന്നു, അടിയാവുന്നു. ആ സമയത്ത് ആദ്യം അങ്ങോട്ട് വരുന്നു. അപ്പോൾ ആദ്യം പറയുന്നു, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം എന്നിട്ട് ആദ്യം പറയുന്നു, നിങ്ങളിങ്ങനെ എപ്പോഴും ഇവിടെ വഴക്കാണെങ്കിൽ ഞാനും എൻ്റെ മമ്മി ഇവിടുന്ന് എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകുമെന്ന് പറയുകയാണ്. ഇത് കേട്ട് ആകാശിന് പെട്ടെന്ന് അങ്ങ് ചൊറിച്ചിൽ വരികയാണ്. പിന്നെ അവനോട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മുടെ രചന ആദിയോട് പറയുന്നു, നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്, അത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ചുമ്മാ പറയില്ലെന്നും പറഞ്ഞാൽ ആദ്യം വഴക്ക് പിടിക്കുകയാണ്. അങ്ങനെ ആദ്യം റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ മഹേഷ് അവിടെ ഇരിക്കുന്ന സമയത്ത് ആകാശ് കാറിലിരുന്ന് മഹേഷിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ എന്താ വിചാരിച്ചത്, നിൻ്റെ മകനെ അങ്ങോട്ട് എടുക്കാമെന്ന്, ഒരിക്കലും നടക്കത്തില്ല, നീ എൻ്റെ മകനും രചനയും എനിക്കുള്ള കരുക്കളാണെന്ന് പറയും. അപ്പോൾ മഹേഷ് പറയും, അവന് ഡാഡിയെ വേണമെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് തന്നെ വരിക തന്നെ ചെയ്യുമെന്ന് പറയും. നീ ഇനി എന്തൊക്കെ ചെയ്താലും പക്ഷെ വിനോദ് ഒന്ന് ഇറങ്ങട്ടെ, ബാക്കി അന്നേരം കാണാം, വിനോദിന് വേണ്ടി നിന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറയും. പിന്നീടാണ് 101-ലാണെങ്കിൽ നമ്മുടെ മാഷും അവരെല്ലാം കൂടി ഇഷിതയുടെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കുഞ്ഞാകണമെന്നുള്ള കാര്യങ്ങൾ. പക്ഷേ സുചിത്രയ്ക്ക് അറിയാം ഇഷിതയും മഹേഷും തമ്മിലൊരു കണ്ടീഷനും ഉണ്ടെന്ന്. അത് ആ കരാറ് എങ്ങനെ ഇവർക്കറിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ സുചിത്രയെ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ഇഷിത വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഹേഷ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇഷിത ചോദിക്കുക, എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പം ഇങ്ങനെ സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയും, ആദ്യം പറഞ്ഞ കാര്യങ്ങളും പറയും. അപ്പം ഇഷിത പറയും, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റാവും, അവൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ, അവൻ്റെ മമ്മി നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വേണമെന്ന്. അവൻ ആഗ്രഹിച്ച് തെറ്റൊന്നുമല്ല, അവന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, എന്തായാലും അവൻ മമ്മിയെ തിരിച്ചറിയും, മഹേഷിൻ്റെ അടുത്ത് വരികയാണ്, അതിന് കുറച്ച് നാൾ കാത്തിരിക്കാൻ പറയും. അങ്ങനെ മഹേഷ് വീണ്ടും ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ 101-ൽ ഇഷിത ചെല്ലുമ്പോഴത്തേനും അവരും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഇത് സംസാര വിഷയങ്ങളാകുകയാണ്. അപ്പോൾ മഹേഷിൻ്റെ അടുത്ത് ഇഷിത വന്നിങ്ങനെ പറയുന്നു. അപ്പോൾ മഹേഷ് പറയുന്നു, അവർ പറയുന്നത് തെറ്റല്ലോ, അവർക്ക് പിന്നെ ചിപ്പിയുടെ കാര്യത്തിൽ മാത്രമല്ല, നിനക്ക് ഒരു കുഞ്ഞ് വേണം, നിൻ്റെ കുഞ്ഞിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്, അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ലയയാണെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാണ്. അപ്പം ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ